ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രഷർ ട്രാൻസ്മിറ്റർ എന്താണ്, അതുപോലെ പ്രഷർ സ്വിച്ച് എന്താണ് അതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു അൺബോക്സിങ് നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് ഒരു പ്രഷർ ട്രാൻസ്മിറ്റർ സെലക്ട് ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, ഇത്രയും ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡാൻഫോഴ്സ് പ്രഷർ സ്വിച്ചിനെ ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, അൺബോക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ മോഡലാണ് KP35 എന്നുള്ളൊരു മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതിനെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. മാനുവൽ കൊടുത്തിട്ടുണ്ട് ആസ് യൂഷ്വൽ അതിൻ്റെ വയറിങ്ങിന് വേണ്ടിയിട്ട്. ഇതാണ് ഡാൻഫോഴ്സ് പ്രഷർ സ്വിച്ച്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ റേഞ്ചാണ് 0.2 to 7.5 ബാറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അതുപോലെ ഡിഫറൻഷ്യൽ പ്രഷറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേഞ്ച്. ഡിഫറൻഷ്യൽ പ്രഷർ നമുക്കിവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് മാനുവൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ SBTൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സിംഗിൾ പോൾ ഡബിൾ ത്രോ ആണ് ഇതിൻ്റെ സ്വിച്ച്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ ആ പ്രഷർ എത്തിയോ ഇല്ലയോ എന്നറിയാനാണ് നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു 5 ബാർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 ബാർ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി NO മാറി NC ആവും. അതായത് കോമണിൽ നമ്മളൊരു 230 സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് NOയിൽ നമ്മൾ കിട്ടുന്നതായിരിക്കും. ഒരു സ്വിച്ചിങ് മാത്രമാണ് ഇതിൻ്റെ പർപ്പസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് അഴിച്ച് നോക്കാം. ഇതിൻ്റെ ഈ ഭാഗത്ത് ആക്ച്വലി ഇതാണ് സ്ക്രൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അഴിക്കാം. അതിനകത്ത് ഇതാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ NO NC. ഇപ്പോൾ ഇതിനകത്ത് 1 ആണ് കോമൺ, 2 NO, 3 എന്ന് പറഞ്ഞാൽ NC ആണ്. ഓക്കെ, ഇവിടെ പ്രഷറിൻ്റെ റേഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 0.2 to 7.5 ബാർ. അതുപോലെ ഡിഫറൻഷ്യൽ പ്രഷറിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് ആ റേഞ്ച് സെലക്ട് ചെയ്യാം. ആ പർട്ടിക്കുലർ റേഞ്ച് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് സ്വിച്ചിങ് നടന്നോളും. അപ്പോൾ എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ നമ്മൾ പ്രഷർ ട്രാൻസ്മിറ്ററിലേക്ക് പോകാം. അടുത്ത നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മാസ് എന്ന് പറഞ്ഞ പ്രഷർ ട്രാൻസ്മിറ്ററാണ്. നമുക്ക് പ്രഷർ ട്രാൻസ്മിറ്ററും പ്രഷർ സ്വിച്ചും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് പറയാം. ആദ്യം ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ തരാം. അപ്പോൾ ഇതാണ് ആക്ച്വലി പ്രഷർ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇറ്റ്സ് നത്തിങ്. ഇവിടെ FT2142 എന്ന് പറയുന്നുണ്ട്. അതായത് 0 to 6 ബാറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ B50 പറയുന്നത് എന്താ വെച്ചാൽ അത് ക്വാർട്ടർ റേഞ്ച് 1/4 ആണ് ഇതിൻ്റെ സൈസ്, നമ്മളിതിൻ്റെ കണക്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ 4 to 20 മില്ലി ആംസ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 4 to 20 മില്ലി ആംസ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. പിന്നെ നമ്മൾ ഏത് പിന്നാണ്, 4 പിന്നാണോ അല്ലയോ എന്നുള്ളതാണ് ആ സീരിയൽ നമ്പറിൽ അടുത്തത് മെൻഷൻ ചെയ്യും. M1 എന്നുള്ള N1 എന്നുള്ള നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ പാരാമീറ്റർ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ സൈസാണ്. ഇതാണ് ആക്ച്വലി പ്രഷർ ട്രാൻസ്മിറ്ററിൻ്റെ സെൻസിങ് ഏരിയ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1/4 ഇഞ്ചാണ്. പിന്നെ ഇതിനകത്ത് അടുത്ത ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 to 10 ആണോ 4 to 20 മില്ലി ആംസ് ആണെന്നുള്ളത്. അപ്പോൾ 4 to 20 മില്ലി ആംസ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രഷർ റേഞ്ച് എത്രയാണ്? പ്രഷർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 6 ബാറാണ്, അത് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്യുറേസി എന്ന് പറയുന്നത് 0.5% ആണ് ഇതിൻ്റെ ആക്യുറേസി എന്ന് പറയുന്നത്. വർക്കിംഗ് സപ്ലൈ 11 to 28 വോൾട്ടേജ് ആണ് ഇതിൻ്റെ വർക്കിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് അഴിച്ചതിന് ശേഷം ഇതിനകത്ത് പിന്നെ 4 പിൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്താൽ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. 2 വയറിലോ അല്ലെങ്കിൽ 3 വയറിലോ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക്കായിട്ട് എന്താണ് ഒരു പ്രഷർ ട്രാൻസ്മിറ്ററും അല്ലെങ്കിൽ ഒരു പ്രഷർ സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പ്രഷർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൺ ഓഫ് ഇൻഡിക്കേഷൻ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ആ പ്രഷർ എത്തിയോ അല്ലെങ്കിൽ ഇല്ലയോ. ആ പ്രഷർ എത്തിയാൽ പെർട്ടിക്കുലർലി അത് ഓൺ ആവും, അല്ലെങ്കിൽ അത് ഓഫ് ആവും. അത്രയും മാത്രമേ ഈ പ്രഷർ സ്വിച്ചിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രഷർ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ അതല്ല, ഇതൊരു ലീനിയർ റീഡിംഗ് തരും. അതായത് റിയൽ ടൈം റീഡിംഗ് തരും, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സിഗ്നൽ തരും. നമ്മൾ ഓരോ പോയിന്റിലും എത്രയാണ് പ്രഷർ
അതായത് 1 ബാർ 1.5 ബാർ വാട്ടെവർ കണ്ടിന്യൂസ് അറ്റ് പ്രസൻറ്റ് എത്രയാണോ പ്രഷർ ഉള്ളത് അതിൻ്റെ റിയൽ ടൈം റീഡിങ് നമുക്ക് പ്രഷർ ട്രാൻസ്മിറ്റർ തന്നുകൊണ്ടേയിരിക്കും ഇൻ ടേംസ് ഓഫ് 4 to 20 മില്ലി ആംസ് 4 to 20 മില്ലി ആംസിൻ്റെ രൂപത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു PLCയിലേക്കോ അല്ലെങ്കിൽ സ്കാഡയിലേക്കോ ഒക്കെ നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ 4 to 20 മില്ലി ആംസ് വെച്ചിട്ട് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്വിച്ച് ആണെങ്കിലോ നമുക്കൊരു ഇൻഡിക്കേഷൻ മാത്രമേ തരുന്നുള്ളൂ, ആ പ്രഷർ എത്തി അല്ലെങ്കിൽ പ്രഷർ എത്തിയില്ല, ഇത്രയും മാത്രമേ നമുക്ക് ഈ പ്രഷർ സ്വിച്ച് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പ്രഷർ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ, അതായത് നമ്മൾ ആദ്യം ഈ സെൻസർ എന്താണ്, അതുപോലെ ട്രാൻസ്ഡ്യൂസർ എന്താണ്, അതുപോലെ ട്രാൻസ്മിറ്റർ എന്താണെന്നുള്ളത് മൂന്ന് പോയിൻറ്റ്സ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ മൂന്നായിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഡിവൈസസിലെല്ലാം ഈ പറയുന്ന എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. ഒരു ഡിവൈസിൽ തന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പ്രഷർ ട്രാൻസ്മിറ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് സെൻസർ പാർട്ട് വരുന്നുണ്ട്. ആ സെൻസർ പാർട്ടാണ് ഇതൊരു ഡയഫ്രം പോലെയാണ്. നമ്മൾ എന്താണോ പ്രഷർ, ആ പ്രഷർ ഇതിനകത്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ സെൻസറാണ്, ഇതിനകത്തൊരു സെൻസർ പാർട്ടാണ് ഇതിനെ സെൻസ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. എന്താണ് ട്രാൻസ്ഡ്യൂസർ? വൺ ഫോം ഓഫ് എനർജിനെ നമ്മൾ അനദർ ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്താണോ അതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷനും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതായത് ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ ഇവിടെ. ഇനി അടുത്തത് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷനും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ ട്രാൻസ്മിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ പറഞ്ഞത്, ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റിനെ നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു. അത് ഫോർ എക്സാമ്പിൾ മില്ലി വോൾട്ടേജ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കാം. അതിനെ നമ്മൾക്ക് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 4 to 20 മില്ലി ആംസ് അല്ലെങ്കിൽ 0 to 10 വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ട്രാൻസ്മിറ്ററിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് സിഗ്നൽ ആയിക്കോട്ടെ കൺവേർട്ട് ചെയ്ത് വരുന്നത്, അതായത് ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് വരുന്നത് ആ സിഗ്നലിനെ നമ്മളൊരു യൂണിവേഴ്സൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ടാസ്ക്കാണ് ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി നമ്മൾ പറയുമ്പോൾ ഒരു ട്രാൻസ്മിറ്റർ എന്ന് പറയുമെങ്കിലും ഇതിനകത്ത് ഈ 3 വർക്കിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പ്രഷർ സ്വിച്ചിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ നമുക്ക് കംപ്രസറിൽ ഉപയോഗിക്കാം. കംപ്രസറിൽ പെർട്ടിക്കുലർ പ്രഷർ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകുക എന്നുള്ളത് മാത്രമേ നമ്മളെ ആപ്ലിക്കേഷൻ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കംപ്രസറിൽ നമുക്ക് ഇത്തരം പ്രഷർ സ്വിച്ച് ഉപയോഗിക്കാം. ഇനി അതല്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചില മാനുഫാക്ചറിങ് യൂണിറ്റിൽ പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്തുകൊണ്ടിരിക്കണം റിയൽ ടൈമായിട്ട്. ഇപ്പോൾ എത്ര എത്തി എന്നുള്ള രീതിയിൽ റിയൽ ടൈമിൽ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രഷർ ട്രാൻസ്മിറ്റർ ഉപയോഗിക്കാം. അതിപ്പോൾ ഒരു പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, ഒരു ഫ്ലോ നടക്കുന്ന ഒരു പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രഷറൈസ്ഡ് ടാങ്ക് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമുക്കവിടെ റിയൽ ടൈമിൽ കറണ്ട് പ്രഷർ എത്രയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഈ പ്രഷർ ട്രാൻസ്മിറ്റർ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുമായി ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഇനി ഈ പ്രോഡക്റ്റിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. Thank you.